പതുക്കെ മെല്ലെ മെല്ലെ എഴുതിയോ സാർ? ചേട്ടാ, ഈ വടക്കേലെ മമ്മൂട്ടിയാക്കാന്റെ വീട് എവിടെ? അത് മോനെ ഈ പഞ്ചായത്തോട് കഴിഞ്ഞ 3ാമത്തെ വീടാ. അല്ലാ, ഇത് നമ്മളെ ബാബല്ലേ? ഇവൻ എന്താ പറ്റിയത്? കടന്നു നോക്കിക്കോളേ, ഞാൻ കാണിച്ചു. എടാ സുരേഷേ, ഇത് നമ്മളെ ബാബു അല്ലേ? ഇവനക്ക് എന്ത് പറ്റി? ഭാസ്കരേട്ടാ, നമുക്ക് അവന്റെ വീട്ടിൽ പോവാം. വരി മക്കളെ. എന്ത് പറ്റി ബാബുവിന്? നിങ്ങൾ നടക്കും ഭാസ്കരേട്ടാ, വേഗം നടക്കും. ഇമ്മ, നമ്മുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ ഭാസ്കര, എന്താ എല്ലാരും കൂടി ഇവിടെ? എന്താ ഭാസ്കര? ഒന്നുമില്ല നബിസാത്ത, നിങ്ങൾ ബേജാറാവണ്ട. എന്താണ്? ഒന്നുമില്ല. അല്ലാ, ഞമ്മടെ മോൻ ബാബുമോനല്ലത്. എന്താ പറ്റിയത് മോനെ? അണക്ക് മോനെ, അണക്ക് എന്ത് പറ്റി മോനെ? ഉമ്മാന്റെ പൊന്നുമോനെ എന്ത് പറ്റി? ഉമ്മാന്റെ പൊന്നുമോനെ എന്ത് പറ്റി? പൊന്നുമോനെ, അല്ല എന്റെ റബ്ബേ, ഉമ്മാന്റെ പൊന്നുമോനെ എന്ത് പറ്റി മോനെ? ഭായ് ഭായ്, എന്താ പറ്റിയത് ഞങ്ങളെ ബാബുവിന്? അവനക്ക് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഇയാളെ ബോംബെയിൽ വെച്ചാണ് കാണുന്നത്. ഞങ്ങൾ മലയാള സമാജത്തിൻ്റെ ആൾക്കാരാണ്. സമനില തെറ്റി അലഞ്ഞേരിയുന്ന ഇയാളെ ഞങ്ങൾ കയ്യിൽ കിട്ടുകയായിരുന്നു. ഭാഗ്യവശാൽ അവൻ്റെ പ്ലേസിൽ നിന്നും അഡ്രസ്സും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി. അതാണ് ഇവിടെ എത്തിയത്. വളരെ നന്ദിയുണ്ട് ഭായ്, ഞങ്ങളുടെ ബാബുവിനെ നിങ്ങൾ തിരിച്ചു തന്നെ. പിന്നെ എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെന്റ് ഇയാൾ കൊടുക്കണം. ഒക്കെ ശരിയാവും. ഓക്കെ, ടീക്ക് ബൈ. സുരേഷേ, നമുക്ക് ബാബുവിനെ ഇപ്പൊ തന്നെ കൊണ്ടായാലോ? ശരി, നീ വണ്ടി എടുക്ക് പോയിട്ട്. ഞാൻ വരെ, നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാം. ഇത് തുടങ്ങിയിട്ട് എത്ര കാലായി? ഇവനൊരു വർഷമായിട്ട് ദുബായിലായിരുന്നു ഡോക്ടർ. ഇന്നാണ് അവനെ കാണുന്നത്, അതും ഈ അവസ്ഥയിൽ. ഏതായാലും പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു മെന്റൽ ഡിപ്രഷൻ. കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ.
ബാബു ഡിസ്ചാർജ് ആയി. ഇന്ന് പോകാം. താങ്ക്സ് ഡോക്ടർ. ഒരു ഡോക്ടർ എന്ന നിലയിൽ രോഗിക്ക് വേണ്ട ആശ്വാസം നൽകുക എന്നത് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാനും അവർക്ക് വേണ്ട ആശ്വാസങ്ങൾ നൽകാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എന്താ ഡോക്ടർ, എന്റെ അസുഖം മാറിയിട്ടില്ലേ? യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ബാബു വന്നതു മുതൽ എനിക്കെന്തോ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട് ബാബുവിനോട്. എന്തെന്നറിയില്ല, നിനക്കെന്നെ ഒരു സഹോദരിയെ പോലെ കരുതാം. സത്യത്തിൽ നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ബാബു പറയാടാ, നിനക്ക് എന്താണ് സംഭവിച്ചത്? പറയേ. ഇത് കുണ്ടനാത്ത് കടവ് എന്ന കൊച്ചു ഗ്രാമം. നിഷ്കളങ്കരായ ഗ്രാമീണർ വസിക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് 4 പതിറ്റാണ്ട് മുമ്പ് അറബി നാട്ടിൽ നിന്നും ഒരു സുൽത്താനെത്തി. ഈ ഗ്രാമത്തിലെത്തിയ ആ സുൽത്താൻ സുഹറ എന്ന ബാലികയെ നിക്കാഹ് കഴിച്ച് തിരിച്ച് അറബി നാട്ടിലേക്ക് പറന്നു. ആ യാത്ര ഇവിടെ തുടങ്ങി. എൻ്റെ ഉമ്മയുടെ കളിക്കൂട്ടുകാരി. ഉമ്മ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൂടപ്പിറപ്പാണ് സൂറ എന്ന്. ഗൾഫിലെത്തിയ സൂറ അറബി മണ്ണിൽ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. എൻ്റെ കുട്ടിക്കാലങ്ങളിൽ സൂറാത്തയും അറബി സുൽത്താനും ഇടയ്ക്ക് വരാറുണ്ടെന്ന് ഉമ്മ പറയാറുണ്ട്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. രണ്ടായിരത്തി 16 ഞങ്ങളുടെ ആ കുണ്ടനാത്തു കടവിലെ ഗ്രാമം. അടുത്ത അമ്പുരാനെ എപ്പം തന്നെ വിള്ളൽ വരുന്നുണ്ട്. ഇത് എന്താവോ? പടച്ചോന്റെ ഇതൊക്കെ കൂടി കയ്യിൽ പോരുവോ? അജരെ, മണല് വരുമോ? മണല് വന്നാലേ നാളെ പണി നടക്കുള്ളൂ. സെബീറെ, എന്താ ചെയ്യാ? ഒരു ലോഡ് മണ്ണിന് 20,000 ഉറുപ്പിക വരും. കണക്കിന് പോവുകയാണെങ്കിൽ ഒരാൾ വീടുണ്ടാക്കണമെങ്കിൽ ഉള്ളത് മുഴുവൻ വിറ്റ് വളക്കേണ്ടി വരും. അജരെ, ഫോൺ അടിക്കണ്. ഇത് ഗൾഫിന്താ ഇന്റർനെറ്റ് കോളാ. ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ കേൾക്കുമ്പോൾ ഒരു കൊല്ലാവും. അതുകൊണ്ട് ഇപ്പം നമ്മളിത് എടുക്കണില്ല. മുതലാളിക്ക് ഇപ്പോഴാണ് നേരം വെളുത്തത്. നമ്മളെ മോനാ ബാബു, ഇജ്ജ് വാ. അജരെ, മണല് എന്തോ ഒരു എൻസാന കിൻസാന ഉണ്ടല്ലോ, അത് ഇറക്കിക്കോ. ഓ, എംസാൻഡ് അത് മതിയാ? ആ, ആയിക്കോട്ടെ.